വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദ്രവ്യപ്പാറ. നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ഒരു ഹിഡൻ സ്പോട്ടാണ് ദ്രവ്യപ്പാറ. അപ്പോൾ ഇവിടെ ചെറിയ ഹൈക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈക്കിങ്ങിനാണ് വന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് അതിലോട്ടേക്ക് പോകാം. കുട്ടമല ITI ജംഗ്ഷനിൽ നിന്നുമാണ് നമ്മൾ ദ്രവ്യപ്പാറയിലേക്ക് തിരിയേണ്ടത്. കാണുന്ന വഴി കൂടിയാണ് നമുക്ക് ഗുഹയിലോട്ട് കയറി പോകേണ്ടത്. ദ്രവ്യപ്പാറ ശ്രീ ദക്ഷിണാമൂർത്തി ഗുഹാക്ഷേത്രം. നമ്മൾ ഈ കയറി പോകുന്നത് ദ്രവ്യപ്പാറയുടെ ബേസ് ക്യാമ്പിലോട്ടാണ്. പോകുന്ന വഴി വളരെ മോശമാണെങ്കിലും പക്ഷെ കയറി പോകാൻ വളരെ സുഖമാണ് കേട്ടോ. പോകുന്ന വഴി ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ദ്രവ്യപ്പാറ കയറിക്കൊണ്ടിരിക്കുക. സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇച്ചിരി ടാസ്ക്കാണ് തോന്നുന്നു. വഴിയുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് വഴി ഇപ്പോൾ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാറിപ്പോകത്തില്ല. വഴി പകുതി എത്തിയതേ ഉള്ളൂ. പക്ഷെ അവസ്ഥ ഇതാണ് ഗൈസ്. ഇച്ചിരിയെങ്കിലും സ്റ്റാമിന വേണം ഈ മല കയറാൻ. പകുതിയോളം എത്തി ഗൈസ്. അപ്പം എന്താണെന്നറിയാം, മുകളിൽ പക്ഷേ ഇപ്പോഴും വെട്ടുന്ന റബ്ബർ കാണാം. ഈ സ്ഥലമൊക്കെ ആര് ഡെയിലി കയറി വന്ന് റബ്ബർ ഇട്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സ്ഥലം വിഷയമാണ് ഗൈസ്. വെട്ടുന്ന റബ്ബർ ഇത് ഉരുള് വെട്ടി ഏരിയയിലാണോ ഞാൻ പറയാൻ തോന്നണുണ്ട്, അറിയത്തില്ല. നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ വെട്ടുന്ന റബ്ബർ ഇന്ന് വെട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് ദ്രവ്യപ്പാറയുടെ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ഗൈസ്. ഇത്രയും നടന്ന് കയറിയിട്ടാന്ന് തോന്നുന്നു. ചെറിയ കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് കാണുന്ന ഒരു പ്രധാന വ്യൂ പോയിൻ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതായത് ഒരാളുടെ മുഖത്തിൻ്റെ ഷേപ്പിലാണ് ആ മല ഇരിക്കുന്നതെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗുഹാക്ഷേത്രങ്ങളുണ്ട് ഗൈസ് അവിടെ. ഇതിലിപ്പോൾ എവിടെ കയറണം എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടും അതിമനോഹരമാണ്. അത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഫീല് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മൾ ഗുഹയുടെ ഫ്രണ്ടിലെത്താൻ. ഇവിടെ അധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ടാണ്. പക്ഷെ ചെറിയൊരു പേടി മനസ്സിലുണ്ട്. എന്നാലും നമുക്ക് വിഷയമില്ല. നമ്മൾ എന്നാലും കയറി കണ്ടിട്ടേ വരുള്ളൂ. നമ്മൾ ഈ കാണുന്ന ശിവലിംഗം മേലത്തെ ഗുഹയിലുണ്ടായിരുന്നതാണ്. അതെങ്ങനെ വന്നു എന്ന് ആർക്കും അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ആ ശിവലിംഗം ആദ്യം ഉണ്ടായിരുന്ന ഗുഹയിലോട്ട് നമ്മൾ കയറി പോവാണ്. കയ്യിൽ 2 വടി പേടിച്ചിട്ടൊന്നുമല്ല. പാമ്പൊക്കെ എങ്ങാനും വലിയ പാമ്പൊക്കെ ഉണ്ടെങ്കിലേ പിന്നെ പാമ്പിന് പണിയാവും. നമ്മൾ ഏറെക്കുറെ എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ താഴ്ത്തിറങ്ങുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി.
നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ മല കയറാൻ. ഇത്തിരിയെങ്കിലും സ്റ്റാമിന ഉള്ളവർ മാത്രം ഈ മല കയറിയാൽ മതി ഗൈസ്. കാരണം അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. 8 വീട്ടിൽ പിള്ളമാരിൽ നിന്ന് വാർത്താണ്ടപുറയ്ക്ക് ഒളിക്കുവാനായിട്ട് ആദിവാസികൾ വെട്ടിയ സൂചനാ പടികളാണ് നമുക്കിവിടെ ദ്രവ്യപ്പാറയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറാൻ തുടങ്ങുവാണ്. നമ്മൾ ആദ്യമേ പറയാം, ഇത് നിങ്ങളാരും വന്ന് കയറണം നിങ്ങൾ ഒരിക്കലും പറയത്തില്ല. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കയറി പോകുന്നതാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും മികച്ച അഡ്വഞ്ചർ സ്പോട്ടിൽ ഒന്നാണിത്. പക്ഷേ അതിൻ്റേതായ സേഫ്റ്റി മെഷർമെൻ്റൊന്നും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും ആരും പ്രൊവൈഡും ചെയ്യുന്നില്ല. കയറൊക്കെയാണ് ഇവിടുന്ന് എങ്ങനെ കയറി? ഹലോ ഗൈസ്, വി ആർ ഇൻ ദ്രവ്യപ്പാറ. Don't try this such a hope. അതെ, വേറെ വഴിയുണ്ടോ? നേർന്നങ്ങ് പോ. തീർന്നോ? പോ. ഞാൻ ഈ കയറി പോകുന്നത് കണ്ടാൽ നിങ്ങൾ തോന്നും വളരെ നിസ്സാരമായിട്ടായിരിക്കും വഴി എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഇത് കയറി നോക്കിയാലേ അതിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. തിരിഞ്ഞും വളഞ്ഞൊക്കെ ആയിട്ട് ഒരു 100-101 കാണും സ്റ്റെപ്പ്. ഗൈസ്, താഴോട്ട് നോക്കിയാലാണ് പ്രശ്നം. നിങ്ങൾക്ക് ഞാൻ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തൊരു ഹിഡൻ സ്പോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ദ്രവ്യപ്പാറ. ഇവിടെ വരിക, എല്ലാവരും മാക്സിമം വരാൻ നോക്കുക. ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, കുറച്ച് നേരം ഇവിടെ ചിലവഴിക്കുക, തിരിച്ചു പോവുക. ആരും ഇതൊന്ന് ഹൈക്ക് ചെയ്ത് ക്ലൈംബ് ചെയ്യാൻ നോക്കേണ്ട കേസ്. വേറൊന്നും കൊണ്ടല്ല, മുമ്പ് അവിടെ റോപ്പ് ഉണ്ടായിരുന്നു കയറാനായിട്ട്. ഇപ്പോൾ ആ റോപ്പില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്ര വേണം കയറി പോവാം, ഒരു കുഴപ്പമില്ല, ആർക്കും പേടിയോ അങ്ങനെ ഒന്നും തോന്നത്തില്ല. പക്ഷെ അവിടെ തിരിച്ചിറങ്ങാൻ നേരത്ത് ടാസ്ക്കാണ്. കാരണം റോപ്പില്ല, ഒന്നുമില്ല. മുകളിൽ പോയിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഹൈറ്റ് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളും പകുതിയെ എത്തിയിട്ടുള്ളൂ. പകുതി എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്, സിറ്റി വ്യൂ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മുകളിൽ പോയി നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ അത് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ വരുന്നവർ ഓവറായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഹൈക്ക് ചെയ്യാൻ നിൽക്കരുത് ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട്? അതെ, ഇതാണ് ദ്രവ്യപ്പാറ. ഇവിടെ അധികം ആരും വന്നിട്ടൊന്നുമില്ല. പക്ഷേ വരാൻ ഉദ്ദേശിക്കുന്നവർ അത്യാവശ്യം സ്റ്റാമിനൊക്കെ ഉള്ളവർ വന്നാൽ മതി. കാരണം ഈ കാണുന്ന മല നമുക്ക് കയറാനുള്ളതാണ്. നേരത്തെ ഇവിടെ റോപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല. മാത്രമല്ല, കയറി പകുതി ആകുമ്പോഴത്തേക്കും നല്ല കാറ്റും ടെൻഷനായി പോവും. നല്ല വ്യൂ ആണ്. പിന്നെ അവിടെയാണ് നമ്മൾ കണ്ട ഗുഹ, 2 ഗുഹയുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. അല്ലാതെ മേലോട്ട് കയറാൻ ഞാൻ എന്തായാലും പറയില്ല. നമ്മുടെ ദൗത്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഉറപ്പിക്കാമോ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ആരും ഇത്തരം പരിപാടിക്കൊന്നും നിൽക്കരുത്. നമ്മുടെ അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് നമ്മൾ ആ മേലത്തെ വീഡിയോ ഒന്നും ഇടാത്തത്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ട് പയ്യെ താഴോട്ട് ഇറങ്ങുകയാണ്. മേലോട്ട് കയറി പോകുന്ന പോലെ അല്ല ഗൈസ് തിരിച്ചിറങ്ങുന്നത്. വളരെ കഷ്ടപ്പാടാണ്. ഇതൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ താഴെ നിന്ന് ഒന്ന് പറക്കിയെടുത്തൊന്ന് പോയാൽ. അങ്ങനെ മേലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ഇടുക്കിക്കാരൻ അജയും തിരുവനന്തപുരത്തുകാരൻ അഖിലും സൈനിങ് ഓഫ്.